യെശയ്യാപ്രവാചകന്റെ പുസ്തകം 51-10 വേദോദ്ധരണി. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. 10. യഹോവയുടെ ഭുജമേ, യഹോവയുടെ ഭുജമേ, ഉണരുക, 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 ശക്തി ധരിച്ചുകൊള്ളുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തെയും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ മുക്കിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീ അല്ലയോ? ഇവിടെ നാം വായിച്ചു കേട്ട വേദാംശം നാം പലപ്പോഴും പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ടല്ലേ. പല ദൈവദാസന്മാരിലൂടെയും ഈ ദൈവവചനം വളരെ ശ്രദ്ധയോടെ നാം കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കേട്ടതായിരിക്കാം. പക്ഷേ ദൈവാത്മാവ് ഇന്ന് നമുക്കിതിലൂടെ തരുവാനുള്ള ചില ദൂതുകൾ നമുക്ക് വ്യക്തമായി അത് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന രാത്രികാലമായി തീരട്ടെ. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം, പ്രവാചകന ഗണത്തിൽ ഏറ്റവും വിലപ്പെട്ട പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഈ പുസ്തകം രചിക്കുന്നതിന് പിന്നിൽ അനേക പശ്ചാത്തലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ 1 മുതൽ 31 മുതലുള്ള 39 വരെയുള്ള അധ്യായത്തിൽ അവരുടെ ന്യായവിധികൾ കാരണം ഇസ്രായേല് ദൈവത്തോട് എങ്ങനെ ദൈവത്തോട് അവരകന്ന് 2 പക്ഷമായി തീർന്ന് അവരുടെ ഇടയിൽ ഒരു ന്യായവിധി ദൈവം നടത്തുന്നതായി 1 മുതൽ 39 വരെയുള്ള വേദാധ്യായങ്ങളിൽ കാണുന്നു. എന്നാൽ അതിൻ്റെ 40 മുതൽ 55 വരെയുള്ള വേദാധ്യായങ്ങളിൽ ദൈവത്തോടുള്ള വാഗ്ദത്തം വളരെ കൃത്യമായി അവിടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ദൈവത്തോടുള്ള അവരുടെ വാഗ്ദത്തത്തെ അവർ മുറുകെ പിടിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ 56 മുതൽ 66 വരെയുള്ള വേദവാക്യങ്ങളിൽ ദേവാലയം പുതുക്കി പണിയുവാനുള്ള ഒരു ഒരുക്കത്തെക്കുറിച്ച് അവിടെ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യഹോവ രക്ഷ എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ രക്ഷ എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവാചകൻ ഈ പുസ്തകത്തിൽ 51 അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ് എങ്ങനെയാണ് വായിച്ചത്? നാം 51:9 ഒരിക്കൽ കൂടി വായിക്കാം. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് മതി. പ്രൈസ്. മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പം ആരാ യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ശതമായി ദൈവവചനം കേട്ട് മനസ്സിലാക്കിയേ പോകാമുള്ളൂ, കൃത്യമായും മനസ്സിലാക്കിയേ പോകാമുള്ളൂ. യഹോവയുടെ ഭുജം, ഹല്ലേലൂയ. ഇതാരാണ് യഹോവയുടെ ഭുജം? ഹല്ലേലൂയ. അതിന് നമുക്ക് ആധാരമായി 4 വാക്യങ്ങളിലായി 4 ഭാഗങ്ങളിലായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 30-ാം അധ്യായം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 30-31 വായിച്ചാട്ടെ. വേഗം വായിച്ചാട്ടെ. 30-ാം അധ്യായം. യഹോവ തന്റെ മഹത്വമുള്ള മേഘനാദം കേൾപ്പിക്കുകയും ഉഗ്രകോപത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ്, മഴക്കോൾ, കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിക്കുകയും ചെയ്യും. ഭുജത്തിന്റെ അവതരണം കാണിക്കുക. അപ്പൊ അവതരിച്ച ഭുജം അല്ലേ? നമുക്ക് 4 പോയിന്റ് ഞാൻ പറയുന്നത്. 1-ാമത്തെ ഭുജം എന്താണ്? അവതരിച്ച ഭുജം. ഹല്ലേലൂയ. ഇടിനാഥം പോലെ അതേ കേട്ടുകൊള്ളണം. അവരുടെ ഇടയിൽ അവരിൽ കണ്ടതായ അനർത്ഥങ്ങൾ, ദൈവത്തോട് അവർ കാണിച്ച അരുതാത്ത കാര്യങ്ങളിൽ അവരുടെ ഇടപെടലിൽ ദൈവം അവരോട് ശക്തി
ശക്തമായി ഇടപെടുന്നതാണ് നാം കാണുന്നത്. ഹല്ലേലൂയ. അവിടെയാ ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹല്ലേലൂയ. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? അവതരിച്ച ഭുജം. 2, പെട്ടെന്ന് വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുക. 52-ാം അധ്യായം 10-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52-ന്റെ 10 കൂടെ ഒന്ന് വായിച്ചേ. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്. മതി. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്നൊന്നും ചെയ്യരുത് എന്ന് കേട്ടോളാം. നഗ്നമാക്കപ്പെട്ട ഒരു ഭുജത്തെക്കുറിച്ച് രണ്ടാമത് കാണുന്നു ആ വേദവാക്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് നാം അവതരിച്ച ഭുജത്തെക്കുറിച്ച് കാണുമ്പോൾ രണ്ടാമത് നാം കാണുന്നത് എങ്ങനെയാ? നഗ്നമാക്കപ്പെട്ട ഒരു ഭുജത്തെക്കുറിച്ച് കാണുന്നു. മൂന്നാമത് ഒരു വാക്യം കൂടെ വായിക്കാം. 59-16 കൂടെ വായിച്ചേ. 3-4 വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ മിസയിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. യഹോവയുടെ കയ്യിൽ നിന്നും അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിപ്പിച്ചിട്ടുള്ള യെരൂശലേമേ, ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്കുക, നീ പരിഭ്രമത്തിന്റെ പാനപാത്രം കുടിച്ച് വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം കാണുന്നത് രക്ഷ വരുത്തിയ ഒരു ഭുജത്തെക്കുറിച്ച് വളരെ കൃത്യമായി നാം കാണുകയാണ്. പ്രൈസ്. ഒന്നാമത് അവതരിച്ച ഭുജം, രണ്ടാമത് നഗ്നമാക്കപ്പെട്ട ഭുജം, മൂന്നാമത് രക്ഷ വരുത്തിയ ഭുജത്തെക്കുറിച്ച് നാം കാണുകയാണ്. പ്രൈസ്. നാലാമത്തെ ഒരു വാക്യം കൂടെ വായിച്ച് മെസ്സിലേക്ക് കയറാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ന്റെ 10 കൂടെ ഒന്ന് വായിച്ചാട്ടെ. 40-ന്റെ 10. യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. അവന് വേണ്ടി അവന്റെ ഭുജം ഭരണം ചെയ്യുന്നു. അപ്പൊ ഭരണം നടത്തുവാൻ പോകുന്ന ഒരു ഭുജത്തെക്കുറിച്ച് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഭരണം നടത്തുന്ന ഒരു ഭുജത്തെക്കുറിച്ച് അവിടെ കൃത്യമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, യഹോവയുടെ കരം ഇത്യാദി വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരസ്പർശനം അവിടെ കടന്നു വരികയാണ്. അവൻ്റെ ഭുജം അവിടെ വെളിപ്പെട്ട് വരികയാണ്. യോസേപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോസേപ്പിൻ്റെ ജീവിതത്തിൽ അവൻ്റെ സഹോദരന്മാരെല്ലാം അവനെ ഉപേക്ഷിച്ചു, അല്ലേ? അവൻ പിന്നീട് മിസ്രൈമിലെ മന്ത്രിയായി കഴിഞ്ഞു. ഞാൻ പറയട്ടെ, മിസ്രൈമിലെ മന്ത്രിയായി കഴിഞ്ഞിട്ടും യോസേപ്പിൻ്റെ സഹോദരങ്ങൾ അവനെ കാണുവാൻ ഒരു സുപ്രഭാതത്തിൽ അവിടെ അവൻ്റെ മുമ്പിൽ ചെല്ലേണ്ടി വന്നു, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവൻ്റെ ചെന്ന സഹോദരങ്ങളെ കാണുവാൻ അവന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലും ഞാനൊന്ന് കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. തൻ്റെ അപ്പനായിരിക്കുന്ന യാക്കോബിനെ കയറ്റുവാൻ താൻ രഥങ്ങളെയും കുതിരകളെയും ഒക്കെ മുമ്പോട്ട് താൻ അയച്ചു കൊടുത്തെങ്കിലും പ്രൈസ് ദി ലോർഡ്, യഹോവയായ ദൈവത്തിൻ്റെ ഒരു ഭുജം, ഹല്ലേലൂയ, യഹോവയായ ദൈവത്തിൻ്റെ ഭുജം യോസേപ്പിന് വേണ്ടി മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചെങ്കടൽ പ്രതികൂലമായി ഒരു പക്ഷേ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആ ചെങ്കടലിലൂടെ മുമ്പോട്ട് കടപ്പാൻ കഴിയാതെ ചെങ്കടൽ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ ഒഴുകുമ്പോൾ, ആ ചെങ്കടലിനെ വറ്റിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുകയാ, ദൈവത്തിൻ്റെ കരസ്പർശനം അവിടെ ഇറങ്ങുകയാ. ഹല്ലേലൂയ. പറവോലും സൈന്യമൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, പറയട്ടെ, യോസേപ്പ് പോയ മറ്റൊരു വഴി ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു എങ്കിൽ ഞാൻ പറയുന്നു, എന്നെയും നിന്നെയും ഉത്തരിപ്പാൻ ഈ ഒരു ഭുജം എനിക്ക് നിനക്ക് വേണ്ടി പലപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നീയും മറന്നു പോകരുത് എന്ന് ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുകയാ. ഹല്ലേലൂയ. പിന്നീട് പോയ യോസേപ്പേ ആ വഴിയല്ല സഞ്ചരിച്ചത്, അവർക്ക് വേണ്ടി മറ്റൊരു വഴി ദൈവം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുവഴി പോകാൻ പറ്റത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. അപ്പം നമ്മൾ പോകേണ്ട വഴി ദൈവത്തിന് കൃത്യമായിട്ടും അറിയാം. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ ഒരു സ്നേഹിതൻ പറയുന്നതേ, വഴിയെ 3 വിധമുണ്ടെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടുകയാ. എൻ്റെ പ്രസംഗ വിഷയം അതല്ലല്ലോ, ഭുജത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയുടെ ഭുജം അവിടെ വെളിപ്പെട്ടു വന്നു അവരുടെ മുമ്പിൽ. അങ്ങനെ ഈ 4 ഭുജത്തെയും കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ യഥാർത്ഥ